എനിക്ക് സ്വന്തമായി കിട്ടിയാൽ ഈ ഭൂലോകം തന്നെ ത്യജിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു ആശയം, ദിവ്യമായ പ്രണയത്തിൻ്റെ ആശയം സംഗീതത്തിലൂടെ അല്ലാണ്ട് ഇത്രയും മനോഹരമായിട്ട് വേറൊരു മാധ്യമത്തിലൂടെ നമുക്ക് അറിയിക്കാൻ കഴിയുമോ? അതൊരു സംശയമുള്ള കാര്യമാണ്. എന്തായാലും ഫോർ എവ്രി വൺ ഹു ഹാസ് ബീൻ ഇൻ ലവ് ആൻഡ് ഹു ഹാസ് എക്സ്പീരിയൻസ് ദറ്റ് ബ്യൂട്ടിഫുൾ ഫീലിംഗ്, I welcome all of you to another wonderful episode of Duet. ഡ്യുവറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തുന്ന മ്യൂസിഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കണ്ടതിൽ വച്ചിട്ടുള്ള യങ് അപ്കമ്മിങ് മ്യൂസിഷ്യൻസിൽ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനോടുള്ള ഒരു കാഴ്ചപ്പാടും മ്യൂസിക്കിനോടുള്ള ഡെഡിക്കേഷനുമാണ്. ആൻഡ് ഓവറോൾ മ്യൂസിഷ്യൻ ആൻഡ് ഓൾ ഇൻ ഓൾ മ്യൂസിഷ്യൻ ആൻഡ് എ വണ്ടർഫുൾ സിംഗർ ആൻഡ് പ്ലേ ബാക്ക് സിംഗർ. ഒരുപാട് സന്തോഷത്തോടെ ഡ്യുവറ്റിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമൽ ആൻ്റണി. അമൽ, വെൽക്കം ടു ഡ്യുവറ്റ്. താങ്ക് യു. തൃശ്ശൂരുള്ള മ്യൂസിക് സർക്കിളിലുള്ള എല്ലാവരോടും ചോദിച്ചാൽ, അമൽ ആൻ്റണിയുടെ ഒരു പ്രതിഭയെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും 100 നാവാണ് പറയാനായിട്ട്. ബിക്കോസ് അമൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മ്യൂസിഷ്യനാണ്, വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു മ്യൂസിഷ്യനാണ്. അപ്പം അമലിന് മ്യൂസിക് ഇത്രയും സീരിയസ് ആയിട്ട് കാണാനുള്ള ഒരു പ്രചോദനം ശരിക്കും വീട്ടിൽ നിന്നാണോ തുടങ്ങിയത്, അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം, സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരുന്നു? വീട്ടിൽ നിന്നായിരുന്നു. ശരി, ഓക്കെ. മ്യൂസിഷ്യൻ അച്ഛനമ്മ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ അവർക്ക്? അമ്മ ചെറുതായിട്ട് പാടും, പാടൊന്നുമില്ല, പക്ഷെ പ്രോത്സാഹിപ്പിക്കും. ആസ്വാദനാണ് അച്ഛൻ്റെ ജോലി. അപ്പം അമ്മയുടെ നിന്നാണ് ടാലൻറ്റ് കിട്ടിയത്. അതെ. പക്ഷെ സംഗീത പഠനമൊക്കെ എങ്ങനെയായിരുന്നു ആദ്യം? പഠനം ഞാനൊരു 94 തൊട്ട് മ്യൂസിക് പഠിച്ചു തുടങ്ങി. അതൊരു 4ാം ക്ലാസ് ഒക്കെ. ആദ്യം കർണാട്ടിക്കിലാണോ തുടങ്ങിയത്? കർണാട്ടിക് തന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ ആദ്യം പഠിച്ചിരുന്നത് സുധീൻ ശങ്കർ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ അടുത്തായിരുന്നു. പഠിക്കുന്ന സ്കൂളിൽ തന്നെ സാർ വന്ന് പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം ഓൾ ഇന്ത്യ റേഡിയോയിൽ ഗായക സംഘത്തിലേക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. അത് ഓഡീഷൻ വെച്ചിട്ട് അതിനകത്ത് ജോയിൻ ചെയ്തു. അവിടെ വെച്ചിട്ടാണ് എനിക്ക് വാമന നമ്പൂതിരി സാറിനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിന്റെ ശിഷ്യനാവാൻ സാധിക്കുകയും ചെയ്തത്. ചേതന മ്യൂസിക് അക്കാഡമിയിൽ പിയാനോ പഠിക്കാൻ ചേർന്നു. അപ്പോൾ വോക്കലിന്റെ ഒപ്പം തന്നെ വെസ്റ്റേൺ മ്യൂസിക് പഠിക്കാൻ വേണ്ടി പിയാനോ ഫാദർ തോമസ് ചക്കാലമറ്റ. അപ്പോൾ അച്ഛൻ്റെ കീഴിൽ പഠിക്കാൻ ചെന്നപ്പോൾ അച്ഛൻ്റെ കുറച്ച് എന്താ പറയുക, കുറേ ഇങ്ങനെ പറഞ്ഞു തരും, നമുക്ക് ഇന്ന ടൈപ്പ് മ്യൂസിക് കേൾക്കണം, അങ്ങനെ പല ടൈപ്പ് ഓഫ് മ്യൂസിക് നമ്മൾ പറഞ്ഞു തന്നു. അപ്പം എല്ലാം കേൾക്കും, അതിൽ ചിലത് ഇഷ്ടപ്പെടും. അങ്ങനെ അമലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ സാധാരണ പ്രേക്ഷകന് അമലിനെ അറിയുവാണെങ്കിൽ, അമലായിട്ടുള്ളൊരു കണക്ഷൻ, അമൽ ആൻ്റണി എന്നുള്ളൊരു സിംഗറിൻ്റെ ശബ്ദം എല്ലാവരും കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. ഫേസ് അധികം കണ്ടിട്ടില്ലെങ്കിലും അമൽ കുറച്ചും കൂടെ ഒരു ബിഹൈൻഡ് ദ സീൻസ് നിൽക്കുന്ന ആളായതുകൊണ്ട് മുഖം ഒരു പക്ഷെ പരിചയമില്ലായിരിക്കാം. പക്ഷേ അമലിൻ്റെ ശബ്ദം കേട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരുപാട് മലയാളികൾ നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മെയ് മാസമേ എന്നുള്ള ഗാനത്തിനാണ് അല്ലേ? ശ്രീവത്സൻ സാറായിട്ടുള്ള ഒരു അസോസിയേഷൻ, എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ളൊരു? അത് ഞാനൊരു റിയാലിറ്റി ഷോയിൽ, മ്യൂസിക് റിയാലിറ്റി ഷോയിൽ വിന്നറായിട്ട്. അപ്പോൾ അതിൽ ഫൈനൽ ജഡ്ജ്മെന്റ് പാനലിൽ സാറുണ്ടായിരുന്നു, ശ്രീനിവാസ് സാറ്, ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് സാറായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞതും. സാറ് ആദ്യമായിട്ടൊരു ഫിലിം ചെയ്യാണ്, ലാപ്ടോപ്പ്, മൈ മദേഴ്സ് ലാപ്ടോപ്പ്, രൂപേഷ് പോൾ സാറിൻ്റെ. അപ്പോൾ അങ്ങനെ വിളിക്കുകയാണ്, ഇത് ഫിലിമാണെന്നൊന്നും പറഞ്ഞില്ല, വിളിച്ചൊരു പാട്ട് പാടാണ്ട്, ഒരു ചെറിയ പാട്ട്. ആദ്യം ഒരു ഡ്യുവറ്റായിരുന്നു, ഏതോ ജലസംഖ്യയിൽ എന്ന് പറഞ്ഞിട്ട് സോണിയ ആയിട്ടാണ് പാടിയത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നെ അത് പാടി കഴിഞ്ഞിട്ടാണ് റഫീഖ് സാറ് വിളിക്കുന്നു പറഞ്ഞു, ഒരു പാട്ട് കൂടി ഉണ്ട്. റഫീഖ് സാറ് ഫോൺ വിളിച്ചിട്ടാണ് വരി പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഈ പാട്ട് കിട്ടിയത്. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ഡ്യുവറ്റിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ അമൽ ഗസ്റ്റായിട്ട് വന്നിട്ട് ആ ഒരു പാട്ട് പാടിപ്പിച്ചില്ലെങ്കിൽ ഒരിക്കലും ശരിയാവില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് തുടങ്ങാനായിട്ട് നമുക്ക് ആ പാട്ട് തന്നെ കേൾക്കാം. മാസമേ നിന്നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ, ഈറൻമുകിൽ നിന്നെ തൊടും താളങ്ങളോർമ്മിക്കുന്നുണ്ടോ,
ഓർമ്മിക്കയാലോ പ്രണയാരുണം തരുശാഖയിൽ ജ്വലനാഭമാ ജീവോന്മദം മെയ് മാസമേ നിന്നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ വേനലിൻ മറവിലാർദ്രമായി ഒഴുകുമി പാതിര മഴവിരലായി ലോലമായി ഇലയുടെ ഓർമ്മയിൽ തടവുമി നോവെഴും വരികളുമായി മണ്ണിൻ്റെ ഗന്ധം കൂടിക്കലർന്നു ദാഹങ്ങളായി നിൻ നെഞ്ചോടു ചേർന്നു ആപാദമരുണാഭമായി മെയ് മാസമേ നിന്നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ ഈറൻമുകിൽ നിന്നെ തൊടും താളങ്ങളോർമ്മിക്കയാലോ പ്രണയാരുണം തരുശാഖയിൽ ജ്വലനാഭമാ ജീവോന്മദം മൂകമായി വഴികളിലാരെയോ തിരയുമി കാറ്റിലെ മലർമണമായി സാന്ദ്രമാം ഇരുളിൽ ലേഖയായി മറയുമി സന്ധ്യതൻ തൊടുകുറിയായി ഏതോ വിഷാദം നിന്നിൽ നിറഞ്ഞു ഏകാന്തമാമിൻ മൗനം കവിഞ്ഞു ആപാദമരുണാഭമായി മെയ് മാസമേ നിന്നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ ഈറൻമുകിൽ നിന്നെ തൊടും താളങ്ങളോർമ്മിക്കയാലോ പ്രണയാരുണം തരുശാഖയിൽ ജ്വലനാഭമാ ജീവോന്മദം മെയ് മാസമേ നിന്നെഞ്ചിലെ പൂവാക ചോക്കുന്നതെന്തേ വളരെ മനോഹരമായിരുന്നു അമൽ. ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ഭയങ്കര നല്ലൊരു പാട്ട്. അമലിനെ ശരിക്കും അഭിമാനിക്കാത്ര നല്ല പാട്ട് അമലിന് പാടാൻ കിട്ടി എന്നുള്ളത് ശരിക്കും നല്ലൊരു പാട്ടാണ്. പിന്നെ അമലിൻ്റെ ഒരു തമാശയായിട്ടൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, അമലിനെ കണ്ടാൽ ഇത്ര ഘനഗാംഭീര്യമായിട്ടുള്ള ശബ്ദമുള്ള ഒരാളാണ് പറയില്ല. അതിപ്പോ റെക്കോർഡിങ്ങിന് സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞിട്ട് എല്ലാം ഇതിന്റെ ഉള്ളിൽ ശബ്ദം നിങ്ങൾ തന്നെയാണോ പാടിയെന്നല്ലേ? ഞാനാണ് പാടിയെന്ന് അറിയില്ലായിരിക്കാം. പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ പാട്ട് അമലാണോ പാടിയത്, ഇങ്ങനെ കോൾ ഓഫ് ട്യൂൺ ആയിട്ടുണ്ടായിരുന്നു, ഞാനാണ് പാടിയിരുന്ന അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും പരിചയപ്പെടാറുണ്ട്. പിന്നെ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ സോങ്. അതും ശ്രീവത്സൻ സാർ ഡ്യുവറ്റിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഈ പാട്ടിനെ കുറിച്ച് പറയുണ്ടായി. അമലിനെ കുറിച്ച് ഒരുപാട് കാര്യമായിട്ട് അദ്ദേഹം സംസാരിച്ചു, ഓൺ സ്ക്രീൻ ആൻഡ് ഓഫ് സ്ക്രീൻ ഒരുപാട് കാര്യമായിട്ട് സംസാരിച്ചു.